ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കേരളത്തിൽ റേഷൻ അർഹതയുള്ള BPL കുടുംബങ്ങൾക്ക് ഇനി മുതൽ കാർഡ് ഒന്നിന് 25 കിലോയ്ക്ക് പകരം 18 കിലോയുടെ ₹1 അരിയാണ് ലഭ്യമാവുക. ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുന്നതിന് മുൻപേ ഇതാണ് സ്ഥിതിയെങ്കിൽ എന്താകും കേരളത്തിൽ അവസ്ഥ? BPL കാർഡ് ഉടമകൾക്കുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറച്ചു. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന 25 കിലോ അരിയിൽ നിന്ന് 18 കിലോയായാണ് കുറച്ചത്. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള റേഷൻ അരി വിഹിതം 25 കിലോയിൽ നിന്ന് 18 കിലോ ആയി ചുരുക്കിയത്. കഴിഞ്ഞ 3 മാസമായി കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന അരിവിഹിതത്തിൽ നിന്ന് 2,70,000 മെട്രിക് ടൺ അരിയുടെ കുറവ് വരുത്തിയിരുന്നു. എന്നാൽ BPL കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം റേഷൻ വ്യാപാരികൾ 25 കിലോ തന്നെ നൽകി വരികയായിരുന്നു. എന്നാൽ ഇനിയും നഷ്ടം സഹിച്ച് അരി നൽകേണ്ടെന്നാണ് വ്യാപാരികളുടെ തീരുമാനം. കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾ, കാരണം ഈ മാസം ഏറ്റവും വലിയൊരു വിഷയം പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങളോട് അരി 25 കിലോ കൊടുക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. അതുപ്രകാരം കേരളത്തിലെ ഏകദേശം എല്ലാ റേഷൻ വ്യാപാരികളും ആദ്യം വന്നവർക്ക് 25 കിലോ കൊടുത്തു കഴിഞ്ഞു. അവസാനം വരുന്നവർക്ക് 18 കിലോ കൊടുക്കാൻ കഴിയില്ല, കാരണം അരി സ്റ്റോക്ക് ഉണ്ടാവില്ല. അതാ വിഷയം. ഞങ്ങൾ 25 കിലോ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുകൾ അരി എടുത്തിട്ട് ഏകദേശം കാർഡ് ഉടമകൾക്ക് കൊടുത്തു കഴിഞ്ഞു. 60 ലക്ഷത്തോളം കാർഡ് ഉടമകൾ സംസ്ഥാനത്തുണ്ടായിരുന്ന കാലത്ത് 25 ലക്ഷം മെട്രിക് ടൺ അരി ലഭിച്ചിരുന്നു. എന്നാൽ 80 ലക്ഷത്തിലധികം കാർഡ് ഉടമകൾ നിലവിൽ കേരളത്തിലുണ്ടായിരിക്കെ 15 ലക്ഷം മെട്രിക് ടൺ അരി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. കേരളം ഏറ്റവും കൂടുതൽ മഴക്കെടുതി അനുഭവിക്കുന്ന അവസരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഇത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മീഡിയ 1 കോഴിക്കോട്. കേരളത്തിൽ റേഷൻ അർഹതയുള്ള BPL കുടുംബങ്ങൾ 14,64,631 ഇത്രയും കുടുംബങ്ങളിലായി ആകെ 73,08,000 പേർക്ക് ഇപ്പോൾ 25 കിലോ അരി ₹1 നിരക്കിലും 10 കിലോ ഗോതമ്പ് ₹2 നിരക്കിലും ലഭിച്ചു വരുന്നുണ്ട്. അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ പരിധിയിൽ വരുന്ന കാർഡുടമകൾ കേരളത്തിലുള്ളത് 5,95,800 ഈ വിഭാഗത്തിൽപ്പെട്ട ആകെ 27,57,000 പേർക്ക് കിലോയ്ക്ക് ₹1 നിരക്കിൽ 35 കിലോഗ്രാം അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർഡുടമകൾക്കുള്ള റേഷൻ വിഹിതം 25 കിലോയിൽ നിന്ന് 18 ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് കൂടിയ വിലയുള്ള അരിയാണ് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകി ₹1 വിതരണം ചെയ്തുവരുന്നത്. ഈ ബാധ്യത തുടർന്നു നിർവഹിക്കുന്നതിനുള്ള താൽക്കാലിക പരിഹാരമായാണ് ഇപ്പോൾ വിഹിതം വെട്ടിക്കുറച്ചതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. BPL, അന്ത്യോദയ, അന്നയോജന എന്നിവരെ കൂടാതെ APL വിഭാഗക്കാരെ കൂടി കണക്കിലെടുത്താൽ കേരളത്തിൽ റേഷൻ ഭക്ഷ്യധാന്യത്തിന് അവകാശമുള്ളവർ ആകെ 3,65,21,000 പേരാണ്. 80,92,175 കാർഡുകളിലായാണ് ഇത്രയും ആളുകൾക്ക് ഇപ്പോൾ റേഷൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. റേഷൻ വിതരണം ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലാക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഇനിയും ലഭിച്ചിട്ടില്ല. നാളെ മുതൽ ആധാർ നിർബന്ധമാക്കിയാൽ ആയിരങ്ങൾക്ക് റേഷൻ ലഭിക്കാതെയാകുമെന്നും VS പറഞ്ഞു. BPL കാർഡുകാർക്ക് 25 കിലോ പൂർണ്ണമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. അധിക വിഹിതം അരി ലഭിക്കാൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണത്തിന് അരിവില കൂടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. നമുക്ക് 25 കിലോ തികച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് BPL വിഭാഗങ്ങൾക്ക് കൊടുത്ത് 25 കിലോ തികയ്ക്കുക, അതാണ് കൊടുത്തിട്ട് ഒരു നിർദ്ദേശം. 2, അഡീഷണൽ അലോട്ട്മെൻറ്റ് ഉടനെ ലഭ്യമാക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. കേരളത്തിന് നിലവിൽ നൽകുന്ന ഭക്ഷ്യവിഹിതത്തിൽ കുറവില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി KV തോമസ് പറഞ്ഞു. സ്പെഷ്യൽ വിഹിതം നൽകുന്നത് കൊണ്ടാണ് കുറവ് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ക്വാട്ടയും നിലനിർത്തും. അടുത്ത ക്യാബിനറ്റിൽ ഇത് ചർച്ച ചെയ്യുമെന്നും KV തോമസ് കൊച്ചിയിൽ പറഞ്ഞു. 9,000 കോടി രൂപയുടെ ബാധ്യത കേന്ദ്ര സർക്കാരിന് വന്നതിനാലാണ് ഈ കുറവെന്നും KV തോമസ് കൂട്ടിച്ചേർത്തു. ഞാൻ കഴിഞ്ഞ 2 വർഷമായി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൊടുത്തിരുന്നു. കേരളത്തിൽ നോർമൽ ലൊക്കേഷൻ അല്ല, BPL തന്നെ സ്പെഷ്യൽ ലൊക്കേഷൻ. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ 1 ലക്ഷം ടൺ കൊടുത്തു. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തി ചില്ലാനും കൊടുത്തു. ആ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവ്ഡ് വാങ്ങിക്കണം. അതിന് ഞങ്ങൾ സാധാരണ ഒരു 50 ലക്ഷം, നമുക്ക് മാത്രമല്ല, ഇപ്പോൾ കേരളം, കർണാടക, അങ്ങനെ ചില സ്റ്റേറ്റുകൾക്കാണ് നമ്മൾ ഈ സ്പെഷ്യൽ അലോക്കേഷൻ. പിന്നെ സ്പെഷ്യൽ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്. കേരളത്തിൽ 2 ഡിസ്ട്രിക്റ്റ് ബാക്ക്വേർഡ്, അതിന് സ്പെഷ്യൽ അലോക്കേഷനുണ്ട്. സുപ്രീം കോടതിയുടെ 25 ലക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് പല സ്റ്റേറ്റ് എടുക്കാൻ, അപ്പോൾ അതും കൂടി കേരളത്തിന് കൊടുത്തു. അങ്ങനെ നമ്മൾ കൂടിയിരിക്കുന്നത്. പക്ഷേ നോർമൽ അലോക്കേഷൻ കേരളത്തിനുള്ളത് 14,64,000. അത് കൃത്യമായി ഈ ദിവസം വരെ പോയിട്ടുണ്ട്. ഇനി പോകേണ്ടത് സ്പെഷ്യൽ അലോക്കേഷന്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അലോക്കേഷൻ ക്യാബിനറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിലീസ് ചെയ്യും. കൂടി വന്നു
ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ എത്തിയിട്ടുള്ളത് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ടി മുഹമ്മദ് അലിയാണ്. കോഴിക്കോട് CPM MP P കരുണാകരൻ, ഡൽഹി ബ്യൂറോയിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്, മുൻ ഭക്ഷ്യമന്ത്രി C ദിവാകരൻ എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ടി മുഹമ്മദ് അലി, കഴിഞ്ഞ മാർച്ച് മുതൽ കേരളത്തിനുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷവും ഇത്രയും മാസങ്ങളിൽ 25 കിലോ അരി വീതം കൊടുക്കാൻ റേഷൻ കടകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്? ഇതിനു മുൻപ് എങ്ങനെ ഈ പ്രശ്നം നിങ്ങൾ മാനേജ് ചെയ്തു? ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന ഉറപ്പ് 25 കിലോ അരി കാർഡിന് ഉറപ്പുവരുത്തും എന്നതാണ്. ഇതെങ്ങനെ സാധ്യമാകും? കഴിഞ്ഞ മാർച്ച് മുതൽ കേരളത്തിൻ്റെ റേഷൻ വീതം വെട്ടിക്കുറച്ച് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 2 മാസം, ആദ്യത്തെ മാസം റേഷൻ കടയിൽ സ്റ്റോക്കുള്ള അരി 6 രൂപ 20 പൈസയുടെ അരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് 1 രൂപ കൊടുത്തു. അത് റേഷൻ വ്യാപാരികളാണ് അതിൻ്റെ പണം മുടക്കിയത്. അതിൻ്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ മാസം അരി കൊടുത്തത് കേരളത്തിലെ റേഷൻ മൊത്ത വ്യാപാരികളാണ്. അവർക്കും കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. സംസ്ഥാനത്തിൻ്റെ റേഷൻ വീതം വെട്ടിക്കുറച്ച വിവരം ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി KV തോമസ് സാറെ ഫോണിൽ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് കൂടിയ അദ്ദേഹത്തോട് കേരളത്തിൻ്റെ പ്രശ്നം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ഭക്ഷ്യ കമ്മി ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളത്തിന് ഒരു ഭക്ഷ്യ പരിഗണന നൽകിയിരുന്നു ആര്? കേരളത്തിലെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ്ജിയും അതുപോലെ അതിനുശേഷം വന്ന ഇന്ദിരാഗാന്ധിയും ഒക്കെ കേരളത്തിന് ഒരു ഭക്ഷ്യ പരിഗണന നൽകുന്നു. ഭക്ഷ്യ കമ്മി ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ കാലത്തും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ പ്രളയക്കെടുതി നടന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പം കേരളം. അല്ല, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ അവർ എന്തുറപ്പാണ് നൽകിയത്? അവർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താം. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാർക്കും മന്ത്രിമാർക്കും ഓരോ സമയത്തും കേരളത്തിൻ്റെ റേഷൻ വീതം എപ്പോഴൊക്കെ വെട്ടിക്കുറച്ചോ അതിനൊരു കാരണമുണ്ട്. കേരളത്തിലെ ജനങ്ങളെ അറിയുന്നവർ റേഷൻ വ്യാപാരികളാണ്. കേരളത്തിലെ 80 ലക്ഷം കുടുംബങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കേരളത്തിലെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ ഒരു ആനുകൂല്യങ്ങളും ഇല്ലാതെ നടത്തുന്ന ഒരു സംവിധാനമാണ് റേഷൻ കടകൾ. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് ജനങ്ങളെ പ്രശ്നങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് സേവനം ചെയ്യുന്ന റേഷൻ വ്യാപാരികൾ ബന്ധപ്പെട്ട അധികാരികളെ, ഗവൺമെന്റിനെ ഏത് സമയത്തും അറിയിക്കാറുണ്ട്. മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. ഇപ്പോൾ മന്ത്രി അനൂപ് ജേക്കബ് ചേരുന്നു. മിനിസ്റ്റർ, കഴിഞ്ഞ ഏപ്രിൽ മുതൽ കേന്ദ്രം നൽകി പോകുന്ന അധിക പൂൾ അല്ലെങ്കിൽ അധിക വിഹിതം നിർത്തലാക്കിയെന്നാണ് വാർത്തകൾ. ഇതുവരെ അത് മാനേജ് ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ട് ഇപ്പോൾ അത് സാധിക്കുന്നില്ല? ഇത് നീക്കിയിരിപ്പനുസരിച്ചാണ് ഞങ്ങൾ കുറവ് വരുന്ന താലൂക്കുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത്തരത്തിലുള്ള സംവിധാനവുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഈ വിഷയം ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്ന സന്ദർഭത്തിൽ തന്നെ അത് അന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ നേരിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ ഞാൻ നേരിട്ട് ഡൽഹിയിൽ ചെന്ന് തന്നെ ഞാനിത് പറഞ്ഞിരുന്ന വിഷയമാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്യൂ ഇത്രയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട തോമസ് മാഷ് പറഞ്ഞതുപോലെ ഇവർക്ക് ഇതിൻ്റെ അകത്ത് സബ്സിഡി എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് കേന്ദ്ര ക്യാബിനറ്റിന്റെ അംഗീകാരം കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുണ്ടാവുന്ന കാലതാമസമാണ് ഈ അഡ്ഹോക് അലോട്ട്മെന്റ് വരുവാൻ വൈകുന്നത്. ശ്രീ അനൂപ് ജേക്കബ്, കേന്ദ്രമന്ത്രി പറയുന്നത് ഒരു മണി അരി പോലും കേരളത്തിനുള്ളത് കേന്ദ്രത്തിൽ നിന്നും തടഞ്ഞു വെക്കില്ല എന്നുള്ളതാണ്. താങ്കൾ പറയുന്നു ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്. റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി പറയുന്നു നിലവിലുള്ള സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം മറ്റു പദ്ധതികളുടെ ഭാഗമായി വന്ന അരി വെച്ച് മാനേജ് ചെയ്യുകയായിരുന്നു ഈ മാസങ്ങളിലെല്ലാം അവർ ചെയ്തത്. അതിന്റെ ഭാഗമായി അവർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ജനപ്രതിനിധികളെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന്. ഓണം അടുത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ അതിന് താഴെയുള്ളവരെ ബാധിക്കുന്ന തരത്തിൽ ഈ പ്രശ്നം വളരുമ്പോൾ ഉടനടി എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക? അതിപ്പോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങള് നീക്കിയിരിപ്പ് അനുസരിച്ച് എടുത്ത് 25 കിലോ തികച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. ഇത് വരുന്ന ആഴ്ചത്തേക്കുള്ള കേന്ദ്ര ക്യാബിനറ്റ് ക്ലിയർ ചെയ്ത് വരുമെന്നാണ് KV തോമസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ തുടർന്നും 25 കിലോ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഈ റേഷൻ വ്യാപാരികളുടെ അവരുടെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു നിവേദാഹരൻ കമ്മീഷനെ ഞങ്ങൾ നിയോഗിച്ചിരുന്നു. കമ്മീഷണർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇവർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. അത് ഗവൺമെന്റ് ശ്രദ്ധയിലുള്ളതാണ്. ഏപ്രിൽ മാസം വരെ ഉള്ളത് ഉടനെ കൊടുത്തു തീർക്കാനുള്ള നടപടികളായിട്ടുമുണ്ട്. മിനിസ്റ്റർ, താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഏപ്രിൽ മാസം മുതൽ ഈ അധിക അലോട്ട്മെന്റ് വെട്ടിക്കുറച്ചിരുന്നു. നമുക്കറിയാം, ഈ ഏപ്രിൽ മാസം മുതൽ തന്നെയാണ് കേരളത്തിൽ അരിവില കുതിച്ചു വരുന്നത്. സിവിൽ സപ്ലൈസിൻ്റെയും മാവേലി സ്റ്റോറുകളിലെയും അതുപോലെ സപ്ലൈകോയുടെ ഷോറൂമുകളിലുമെല്ലാം അരിവില വളരെ ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഉയർന്ന വിലയ്ക്ക് അരി വാങ്ങിയാണ് APL വിഭാഗക്കാരടക്കം ഇപ്പോൾ കഴിയുന്നത്. യഥാർത്ഥത്തിൽ റേഷൻ അലോട്ട്മെന്റ് കുറയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായി തന്നെ പൊതുവിപണിയിൽ അരിയുടെ വില ഉയരുന്ന ഒരു പ്രതിഭാസം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏപ്രിൽ മാസം മുതൽ അധിക വിഹിതം കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ 25 കിലോ ഇന്ന് കുറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. റേഷൻ കൃത്യമായ നിലയിൽ APL വിഭാഗങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന 9-10 കിലോ റെസ്പെക്റ്റീവായിട്ട് വരും. 25 കിലോ BPL കുടുംബങ്ങൾക്ക് വരും. AY ഇവർക്കൊക്കെ ഉള്ള അലോട്ട്മെന്റ് കൃത്യമായ നിലയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും കുറവ് വന്നിട്ടില്ല. റേഷൻ സിസ്റ്റത്തിൽ റേഷനിങ് അരിയില് അല്ലെങ്കിൽ അലോട്ട്മെന്റില് അല്ലെങ്കിൽ വിതരണത്തില് എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ലല്ലോ ഇപ്പം അരിയുടെ വില ചെറിയ തോതിലെങ്കിലും വർദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങള് ഈ ഓണക്കാലത്ത് കൂടിയ നിരക്കിലുള്ള അരി സർക്കാർ സബ്സിഡി നിരക്കിൽ 1 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അത് സർക്കാരിന് അധിക ബാധ്യത വരുത്തി വെച്ചുവെന്നും BPL കാർഡ് ഉടമകൾ ഉണ്ടായിട്ടുള്ള വർധനവ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നുമാണ് പറയുന്നത്. ഇതാണോ യഥാർത്ഥത്തിലുള്ള റീസൺ? ഒന്നുകൂടെ കേട്ടില്ലേ? അതായത് കൂടിയ വിലയിലുള്ള അരിയാണ് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകി 1 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതാണോ പ്രശ്നം? അത് സർക്കാർ ഒരു അധിക ബാധ്യതയായി എന്ന്? ഇല്ല, സർക്കാരിന്റെ ഇത് അധിക ബാധ്യത, സർക്കാരിന്റെ ബാധ്യതയൊക്കെ രണ്ടാമത്തെ കാര്യമേ ഉള്ളൂ. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ ഒരു പദ്ധതി ഞങ്ങൾ ഈ BPL ദാരിദ്ര്യ വിമുക്ത കേരളം പദ്ധതി ഞങ്ങൾ ആരംഭം കുറിച്ചു. ഗവൺമെന്റിന്റെ പൈലറ്റ് പ്രൊജക്ട് ആയിട്ട് തന്നെ തുടങ്ങിയ 100 ദിന കർമ്മ പരിപാടി തുടങ്ങിയതാണ്. അത് ഗവൺമെന്റിന്റെ ബാധ്യത വിഷയങ്ങളൊന്നുമല്ല, ഇതൊരു ജനക്ഷേമ പ്രൊജക്ട് ആണ്. അത് തുടർന്ന് ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളത് തുടർന്ന് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടരും. അതിനകത്ത് സാമ്പത്തിക ബാധ്യത വിഷയങ്ങളൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. അത് ഗവൺമെന്റിന്റെ അവസാനമായി ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് നിയമമാവാൻ പോവുകയാണ്. ഭക്ഷ്യസുരക്ഷാ ബിൽ നിയമമാകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, കണക്ക് പ്രകാരം കേന്ദ്രത്തിൽ നിന്നുള്ള അരിവിഹിതം വീണ്ടും കുറയാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ നിയമപ്രകാരം റേഷൻ ലഭിക്കേണ്ട ജനസംഖ്യയുടെ അളവും കുറയാൻ പോവുകയാണ്. ഇപ്പോൾ ഈ അധിക അലോട്ട്മെന്റ് കുറഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിൽ റേഷൻ പ്രതിസന്ധി വന്നെങ്കിൽ ഇനി ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ഏതാണ്ട് പകുതിയോളം കുറയാൻ പോകുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷയെ? ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഭക്ഷ്യമന്ത്രിമാരുടെ യോഗത്തിൽ ഞാൻ അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ നിയമത്തിന്റെ പരിരക്ഷയിൽ വരുന്നത് 42% ആവട്ടെ 48% ആവട്ടെ, അത് കഴിഞ്ഞ് പുറത്തായി പോകുന്ന ജനവിഭാഗങ്ങൾ അവർക്ക് കൃത്യമായ നിലയിൽ റേഷൻ തുടർന്ന് കൊടുക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യവും നിർത്തലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ആശങ്കകൾ അത് കേന്ദ്രവുമായി ഞങ്ങൾ പങ്കുവച്ചു, ഞങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് അലോട്ട്മെന്റ് കൃത്യമായ നിലയിൽ നിലനിർത്തും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ആവർത്തിച്ച് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അനൂപ് ജേക്കബ്, താങ്കൾ ഉറപ്പ് നൽകുകയാണ് ഈ ഓണത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു കാർഡിന് 25 കിലോ 1 രൂപ നിരക്കിൽ അരി BPLകാർക്ക് എത്തിക്കും? തീർച്ചയായിട്ടും അത് ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. വളരെയധികം നന്ദി മിനിസ്റ്റർ അനൂപ് ജേക്കബ്.